Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെറ്റ് ഇംഗ്ലീഷിന്റെ മുൻകാല ചോദ്യങ്ങളാണ്. റീസെന്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആ ചെയ്യുന്നത് സീരീസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 98 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 99ാമത്തെ ചോദ്യമാണ് ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, നോക്കാം. John Gottfried von Herder, Goethe and Schiller experimented with new subjective modes of expression. Which movement or circle did they belong to? അതായത് ഇവര് മൂന്ന് പേരും ഒരു സർക്കിളിൽ പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കണം. ഇവര് മൂന്ന് പേരും ഒരു സർക്കിളിൽ പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ഏത് ഫീൽഡാണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ന്യൂ സബ്ജക്റ്റീവ് മോഡ്സ് ഓഫ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഹൗ ടു എക്സ്പ്രസ്, വാട്ട് ആർ ദ വേരിയേഷൻസ്, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ എക്സ്പ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പം ജോൺ ഗോഡ്ഫ്രീഡ്, വോൺ ഹെർഡർ, ഗോതെ, ഷില്ലർ ഇവര് എക്സ്പ്രഷൻ, മോഡ്സ് ഓഫ് എക്സ്പ്രഷൻ ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവര് ബിലോങ് ചെയ്യുന്ന സർക്കിളിന്റെ പേരെന്താണ്? സ്റ്റോം ആൻഡ് സ്ട്രെസ് മൂവ്മെന്റ്, ഹെർമിനോട്ടിക് സർക്കിൾ, ഫ്രഞ്ച് റെവല്യൂഷൻ, റിലീജിയസ് മൂവ്മെന്റ്. ഓക്കെ, ആൻസർ വരുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഫസ്റ്റ് വൺ ആണ്. സ്റ്റോം ആൻഡ് സ്ട്രെസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഓക്കെ, സ്റ്റോം ആൻഡ് സ്ട്രെസ് മൂവ്മെന്റ്. ഓക്കെ, സ്റ്റോം ആൻഡ് സ്ട്രെസ് മൂവ്മെന്റിനകത്തില് എന്തിനാണ് ഇവർ ഫോക്കസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആർട്ടിക്കുലേഷൻ, അതുപോലെ തന്നെ എക്സ്പ്രഷൻ, മോഡ് ഓഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഹൗ ടു കൺവേ. ഇവർ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗ ടു കൺവേ. ഹൗ ടു കൺവേ എന്നുള്ള ഒരു എലമെന്റിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. എങ്ങനെ കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാം. ഓക്കെ, ഈ കൺവേ ചെയ്യുമ്പോൾ അതിനകത്തിൽ പെടുന്ന ഒരു കാര്യമാണല്ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ അതിനകത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സ്റ്റോം ആൻഡ് സ്ട്രെസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജോൺ ഗോഡ്ഫ്രീഡ് വോൺ ഹെർഡറിനെയും ഗോതെയും ഷില്ലറിനെയും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. Which of the following statements are correct about റിസർച്ച് മെത്തേഡ്സ്? റിസർച്ച് മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് റിസർച്ച് മെത്തേഡ്സ്? സ്ട്രക്ചറലിസം ഐഡന്റിഫൈസ് സ്ട്രക്ചേഴ്സ് ഇൻ ലാംഗ്വേജ് ഓർ സിസ്റ്റംസ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ഐഡന്റിഫൈസ് വിത്ത് ഐഡന്റിറ്റീസ് ആൻഡ് മീനിങ്സ് ദാറ്റ് ഷോ ആസ് ദ വേ ഇൻ വിച്ച് വി തിങ്ക്. അല്ലെ? അപ്പൊ നോക്കിക്കേ, സ്ട്രക്ചറലിസം എന്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്? സ്ട്രക്ചേഴ്സ് ഇൻ ലാംഗ്വേജിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്, അല്ലെ? അല്ലെങ്കിൽ സിസ്റ്റംസ് ഓഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളതാണ്. With identities and meanings that show us the way in which we think. Okay, structuralism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ okay, which of the following statements are correct about research methods? റിസർച്ച് മെത്തേഡ്സിൽ സ്ട്രക്ചറലിസത്തിന് റോൾ ഉണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ കറക്റ്റ് ആണോ? സ്ട്രക്ചറിങ് ലാംഗ്വേജിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, റിലേഷൻഷിപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ഐഡന്റിറ്റീസ് ആൻഡ് മീനിങ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. സ്ട്രക്ചറലിസം കറക്റ്റ് ആണോ അവിടെ? അടുത്തത് നമ്മുടെ സെഷൂർ ഉണ്ടല്ലോ, ഫെർഡിനാൻഡ് ഡി സെഷൂർ, സ്വിസ് ലിംഗ്വിസ്റ്റ്. His theory of language system distinguishes between Lang and Perol. La, Lang and La Perol. Okay, languageലെ ലാങ്ങിനെയും ലാംഗ്വേജിലെ പെരോളിനെയും ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നു. അടുത്തത്, sometimes called the School of London. These new critics include Roland Barthes, Jacques Derrida, Foucault and also നമ്മുടെ ടോഡറോഫ്. ഓക്കെ, അതായത് സ്കൂൾസ് ഓഫ് ലണ്ടൻ എന്നുള്ള പേരിൽ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ബാർത്ത്, ഡെറീഡ, ഫൂക്കോ, ടോഡറോഫ്. ഇവരെല്ലാം തന്നെ ലിംഗ്വിസ്റ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്, സൈക്കോ ലിംഗ്വിസ്റ്റുകളൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് സ്കൂൾ ഓഫ് ലണ്ടൻ എന്നുള്ള ഒരു പേരിൽ ഇവർ പ്രവർത്തിച്ചിരുന്നോ എന്നുള്ളതാണ് അറിയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷൊലോസ്കി പോയിന്റഡ് ഔട്ട് ലിറ്ററേച്ചേഴ്സ് കോൺസ്റ്റന്റ് ടെൻഡൻസി ടുവേർഡ്സ് estrangement and defamiliarization to move readers away from the habitual response to ordinary experience. അല്ലേ? അപ്പം ഷൊലോസ്കി pointed out that literature's constant tendency towards estrangement and defamiliarization to move readers away from the habitual response to ordinary experience. അല്ലേ? അതായത് നമുക്ക് റീഡേഴ്സിനെ ഒന്ന് തിങ്ക് ചെയ്യാനായിട്ട്, റീഡേഴ്സിനെ ഈ പറയുന്ന കോമണിൽ നിന്ന് കുറച്ചൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു ഐഡിയ ആണ് ഷൊലോസ്കി കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്തില് അടുത്തത് നമുക്ക് വരുന്നത് ജോണതൻ ക്യൂളർ ആൻഡ് റോബർട്ട് സ്കോൾസ് helped to bring psychoanalysis into English language. ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് സൈക്കോ അനാലിസിസ് കൊണ്ടുവരാനായിട്ട്
ക്യൂളറും ഷോൾസും ശ്രമിച്ചിട്ടുണ്ടെന്ന്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്തണം. ഓക്കെ, ABD ഒള്ളിയുണ്ട്, ADE ഒള്ളിയുണ്ട്, BDE ഒള്ളിയുണ്ട്, CDE ഒള്ളിയുണ്ട്. ഓക്കെ, നമ്മുടെ ലിംഗ്വിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് എയും ബിയും ഡിയും ആണ് കേട്ടോ. എയും ബിയും ഡിയും. എ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറലിസം. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ഫെർഡിനാൻഡ് ഡി സഷൂറിന്റെ ലാങ് ആൻഡ് പരോൾ കറക്റ്റ് ആണ്. ഷെലോസ്കി ആണ് ഇത്തരത്തിൽ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിന് വേണ്ട പ്രയോറിറ്റീസ് കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തത്. അപ്പം ABD ഒള്ളി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 101ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉണ്ട്. Arrange the following in chronological order of their appearance in the format of a thesis. നമ്മൾ തീസിസ് ചെയ്യത്തില്ലേ? അപ്പൊ ആദ്യം തന്നെ കണ്ടെത്തിക്കേ ഇത് ഏത് യൂണിറ്റ് ആയിരിക്കും. ഏത് യൂണിറ്റാ? യൂണിറ്റ് നമ്പർ ഏതായിരിക്കും? യൂണിറ്റ് 10 ആണേ. യൂണിറ്റ് 10 റിസർച്ച്. ഓക്കെ, നോക്കിക്കേ. Arrange the following in chronological order of their appearance in the format of a thesis. അപ്പൊ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യണം. ബിബ്ലിയോഗ്രഫി, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ടേബിൾ ഓഫ് കോണ്ടന്റ്, പ്രിഫേസ്. ഓക്കെ, അപ്പൊ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ അപ്പിയറൻസ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് എ തീസിസ്. ബിബ്ലിയോഗ്രഫി, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ടേബിൾ ഓഫ് കോണ്ടന്റ്സ്, പ്രിഫേസ്. ഓക്കെ, ബിബ്ലിയോഗ്രഫി, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ടേബിൾ ഓഫ് കോണ്ടന്റ്, പ്രിഫേസ്. അറേഞ്ച് ചെയ്യണം നമുക്കിതിനെ. ഇതിനെ അറേഞ്ച് ചെയ്തിട്ട് ഇൻ ദ ഫോർമാറ്റ് ഓഫ് എ തീസിസ് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. ബിബ്ലിയോഗ്രഫി ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, ടേബിൾ ഓഫ് കോണ്ടന്റ് ഉണ്ട്, പ്രിഫേസ് ഉണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ കണ്ടെത്തണം. EDBCA ഉണ്ട്, EBCDA ഉണ്ട്, DBCAE ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് DBACE എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെ അറേഞ്ച് ചെയ്യണം? EDBCA കേട്ടോ, EDBCA എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം. പ്രിഫേസ് ആദ്യം, ടേബിൾ ഓഫ് കോണ്ടന്റ്സ് രണ്ടാമത്, ഇൻട്രൊഡക്ഷൻ മൂന്നാമത്, കൺക്ലൂഷൻ നാലാമത്, ബിബ്ലിയോഗ്രഫി അഞ്ചാമത്. ബിബ്ലിയോഗ്രഫിക്ക് നമ്മൾ വേറൊരു പേര് പറയുമല്ലോ, എന്തായിരുന്നു അത്? ബിബ്ലിയോഗ്രഫിക്ക് വേറൊരു പേര് പറയുന്നത് റെഫറൻസ് കേട്ടോ. ബിബ്ലിയോഗ്രഫി എന്ന് തന്നെയാണ് നമ്മൾ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ പോലും ചില കേസസിൽ റെഫറൻസ് ഒന്നായിരിക്കും കിടക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഇതിനെ വിളിക്കുന്നത് റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി എന്നാണ്. റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി. റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ടേബിൾ ഓഫ് കോണ്ടന്റ്സ്, പ്രിഫേസ്. ഓക്കെ, അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങൾ വരും അല്ലെ. അടുത്ത നമ്മുടെ 102ാമത്തെ ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ജെറമി ഹോത്രോൺ, which of the following can be said to have prepared the ground for the development of theories of the gaze? Okay, theories of gaze നുള്ള ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തത് എന്താണ്? ഏത് എന്താണ് ഐഡിയ ആണെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി സെഡ് ടു ഹാവ് ബീൻ ദ ഐഡിയ ഫോർ ഗെയ്സ്? ആര് കൊണ്ടുവന്ന ഐഡിയ ആണ് ഗെയ്സിനുള്ള ഒരു തിയറി സെറ്റ് ചെയ്യാനായിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ട് നിന്നത് എന്നാണ് ജെറമി ഹോത്രോൺ പറയുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം ഗെയ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഗെയ്സ് എന്ന് പറഞ്ഞാൽ? ലുക്കിന്റെ വേറൊരു ഐഡിയ ആണ് ഗെയ്സ്. ലുക്കിന്റെ വേറൊരു മീനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഗെയ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സെക്ഷൽ ലുക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളിനെ എന്തെങ്കിലും ഒരു ഹിഡൻ ഇന്റൻഷൻ, ഒരു സെക്ഷൽ ഇന്റൻഷൻ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ അതിനെ ഗെയ്സിങ് എന്നാ പറയുന്നത്. ഓക്കെ, ഗെയ്സിങ് എന്നാ പറയുന്നത്. ഇനി അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ ഗെയ്സ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഗെയ്സിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇപ്പൊ നോർമലൈസ് ചെയ്യാറുണ്ട്. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് നമുക്ക് അവരുടെ അറ്റയർ വെച്ചിട്ടായിരിക്കും നമ്മൾ അവരെ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയയുടെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ നോക്കുന്നത് അല്ലെ. അപ്പം ലുക്ക് അല്ലെങ്കിൽ ഗെയ്സ്, തിയറീസ് ഓഫ് ഗെയ്സിനെ കുറിച്ചുള്ള ഐഡിയ വന്നത് ഈ പറയുന്നതിൽ ആരുടെ കോൺസെപ്റ്റിൽ നിന്നാണെന്നാണ് നമ്മുടെ ജെറമി ഹോത്രോൺ പറയുന്നതെന്ന്. ജോൺ ബെർജേഴ്സ് വേ ഓഫ് സീയിങ്ങിൽ നിന്നാണോ, നമ്മുടെ മൈക്കിൾ ആർഗൈൽ ആൻഡ് മാർക്ക് കുക്സിന്റെ ഗെയ്സ് ആൻഡ് മ്യൂച്വൽ ഗെയ്സിൽ നിന്നാണോ, സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ 3 ഐസ് ഓഫ് ദ തിയറി ഓഫ് സെക്ഷുവാലിറ്റിയിൽ നിന്നാണോ, ഫൂക്കോയുടെ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബർത്ത് ഓഫ് ദ പ്രിസണിൽ നിന്നാണോ?
ഫൂക്കോയുടെ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബർത്ത് ഓഫ് ദ പ്രിസൺ എന്നുള്ള ഐഡിയയിൽ നിന്നാണോ ഇത് വന്നത്? ഓക്കെ, ആരുടെ ഐഡിയയിൽ നിന്നാണ് ഗെയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഗെയ്സുമായിട്ട് ബന്ധപ്പെട്ട തിയറികൾ വന്നതെന്ന് ചോദിച്ചാൽ ജോൺ ബർജേഴ്സിന്റെ വേസ് ഓഫ് സീയിങ്ങിൽ നിന്നാണ്. ഓക്കെ, ഒരാളിനെ നമ്മൾ കാണുന്നത്, ഒരാളിനെ നമ്മൾ നോക്കുന്നത്, അതിനുള്ളിൽ തന്നെ കുറെ വേസ് ഉണ്ട്, കുറെ വഴികളുണ്ട്, കുറെ രീതികളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ബർജർ. ഓക്കെ, according to Jeremy Hawthorne, John Berger's 1972 book Ways of Seeing is credited with preparing the ground for the development of theories of the case. Berger's work was foundational because it shifted the focus from the aesthetics to art to how visual representation is used to establish and maintain power relations, particularly regarding gender and class. Okay, അപ്പം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞത് the aesthetics of art is how visual representation is used to establish and maintain power relations. Okay, visual representation എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് പവർ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, പെർട്ടിക്കുലർലി റിഗാർഡിംഗ് ജെൻഡർ ആൻഡ് ക്ലാസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാമാണ് ഇതിനകത്ത് പറയുന്നത്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ നമുക്ക് ആദ്യം ലിസ്റ്റ് 1 ക്യാരക്ടർ, ലിസ്റ്റ് 2 അവരുടെ റോൾ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷെമസ് റുവ, ഫോസ്റ്റർ മദർ ഓഫ് കൗണ്ടസ് കാത്ലീൻ, അലീൽ വൈഫ് ഓഫ് ഷെമസ് റുവ, ഓണ എ പെസന്റ്, മേരി എ പോയിറ്റ്. ഓക്കെ, 4 ക്യാരക്ടേഴ്സ്, 4 റോളുകൾ ആണ് തന്നിട്ടുള്ളത്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ പല വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ കൃത്യമായിട്ട് വരുന്ന ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ എന്താണ് ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, നോക്കിക്കേ കറക്റ്റ് ആൻസർ A2 B1 C4 D3, A2 B1 C4 D3 ഉണ്ട്, A4 B1 C3 D2 ഉണ്ട്, A1 B3 C2 D4 ഉണ്ട്, A3 B4 C1 D2 ഉണ്ട് അല്ലെ. A3 B4 C1 D2 എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. A3 B4 C1 D2. നോക്കാം. A3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെമസ് റുവ, വൈഫ് ഓഫ് എന്താണ് ഷെമസ് റുവ അല്ലെ, സോറി പെസന്റ്, ഷെമസ് റുവ പെസന്റ് ആണ്. ഓക്കെ, അത് നമ്മൾ കറക്റ്റ് ആക്കി. അടുത്തത് B4 എന്ന് പറയുമ്പോൾ അലീൽ പോയറ്റ് ആണ്. പിന്നെ നമുക്കുള്ളത് C1 ആണ്, ഓണ എന്ന് പറയുന്ന ക്യാരക്ടർ, ഫോസ്റ്റർ മദർ ഓഫ് കൗണ്ടസ് കാത്ലീൻ. മേരി എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ്? വൈഫ് ഓഫ് ഷെമസ് റുവ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. A3 B4 C1 D2. In WB's play The Countess Kathleen, the characters are marched to their roles. Shamas Ruwa, a peasant. He is a starving peasant who, along with his son, Teague, eventually sells his soul to the demon merchants for food. ഓക്കെ, അപ്പം ഡിമോൺ മെർച്ചൻസിന് ഫുഡിന് വേണ്ടി അവരുടെ സോള് പോലും സെല്ല് ചെയ്യേണ്ടതായിട്ടുള്ള അത്രയും വലിയൊരു നിവർത്തികേടിൽ നിൽക്കുന്ന ഒരു പെസന്റ് ആണ് ഷെമസ് റുവ. ഷെമസ് റുവയുടെ മകന്റെ പേരെന്താണെന്ന് ഒരുപക്ഷെ അടുത്ത തവണ ചോദ്യമായിട്ട് വരാം. ട്വീഗ് എന്നാണ് കേട്ടോ. ഷെമസ് റുവയുടെ മകന്റെ പേരാണ് ട്വീഗ്. ഇനി അലീലുണ്ട്. അലീൽ ഒരു പോയറ്റ് ആണ്, ഒരു വാൻഡറിങ് പോയറ്റ് ആണ്, ഹു ഈസ് ഇൻ ലവ് വിത്ത് കൗണ്ടസ് കാത്ലീൻ. കൗണ്ടസ് കാത്ലീനുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള ഒരു വാൻഡറിങ് പോയറ്റ് ആണ് നമ്മുടെ അലീല്. ആൻഡ് ട്രൈസ് ടു കൺവിൻസ് ഹെർ ടു ഫ്ലീ ദ ഫമൈൻ വിത്ത് ഹിം. ഓക്കെ, പല രീതിയിൽ കൺവിൻസ് ചെയ്യാനും എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഓന ഒരു ഫോസ്റ്റർ മദർ ആണ് കൗണ്ടസ് കാത്ലീന്റെ. ഷീ ഈസ് ദ എൽഡർലി ഡിവോട്ടഡ് നേഴ്സ് ആൻഡ് foster mother who stays by the countess side throughout the play. ഇനി മേരി വൈഫ് ഓഫ് ഷെമസ് റുവ ആണ്. ഓക്കെ, കൗണ്ടസ് കാത്ലീന്റെ ഫോസ്റ്റർ മദർ ആണ് ഓന. എപ്പോഴും കൗണ്ടസ് കാത്ലീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കാറുണ്ട്. ഒരു നേഴ്സിനെ പോലെ, ഒരു വളരെയധികം പാമ്പർ ചെയ്യുന്ന ഒരു നല്ല ഒരു ലേഡിയാണ് ഓന. ആൻഡ് ഓൾസോ യു ക്യാൻ സീ മേരി ഷെമസ് റുവയുടെ എന്താണ് വൈഫാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്വീഗിന്റെ അമ്മയാണ്. അൺലൈക്ക് ഹെർ ഹസ്ബൻഡ്, ഷീ റിമൈൻസ് ഡിവോട്ട് ആൻഡ് റെഫ്യൂസസ് ടു ഈറ്റ് ദ ഫുഡ് ബോട്ട് വിത്ത് ദ ഡെവിൾസ് മണി, ഇവൻച്വലി
ഡൈയിങ് ഓഫ് സ്റ്റാർവേഷൻ അല്ലെ. അപ്പൊ ടീഗും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആയിട്ടുള്ള, അതായത് ഇവരൊരു ഫാമിലിയാണ്, ഷെമസ്ട്രുവയുടെ വൈഫ് മേരി, ഇനി ഇവരുടെ കുട്ടിയാണ് ആക്ച്വലി നമ്മുടെ ടീഗ്. അപ്പം വിശപ്പ് സഹിക്കാനാവാതെ ഷെമസ്ട്രുവായും ടീഗും എന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമന്റെ അടുത്ത് അവരുടെ സോള് സെല്ല് ചെയ്തിട്ടായാലും എങ്ങനെയെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇങ്ങനൊരു ഡെവിലിഷ് മീൻസിലൂടെ കിട്ടുന്ന പൈസയാണ്, കിട്ടുന്ന ഫുഡാണ് എന്ന് അറിഞ്ഞപ്പം അത് കഴിക്കാനായിട്ട് മേരി തയ്യാറല്ല. മേരി അത് റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് 104ാമത്തെ ചോദ്യമാണ്. ജോണതൻ ടോളിമർ, സ്ഥിരം കാണുന്നതാണ് അല്ലെ ഈ ഒരു പേര്. ജോണതൻ ടോളിമർ ആൻഡ് അലൻ സിൻഫീൽഡ് ഡിഫൈൻഡ് ദ ടേം കൾച്ചറൽ മെറ്റീരിയലിസം ആസ് designating a critical method having characteristics. Okay, which of the following characteristics has not been included by Jonathan Dollimore and Alan Sinfield? Okay, അപ്പോൾ ജോണതനും ഡോളിമറും അതുപോലെ തന്നെ അലൻ സിൻഫീൽഡും they defined the term cultural materialism and designating a critical method having characteristics. Cultural materialism എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മുടെ അലൻ സിൻഫീൽഡും അതുപോലെ തന്നെ ജോണതൻ ഡോളിമോറും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. Which of the following characteristics has not been included by Jonathan Dollimore and Alan Sinfield? അലൻ സിൻഫീൽഡും ജോണതൻ ഡോളിമോറും എന്താണ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ക്യാരക്ടറിസ്റ്റിക് ഇതിലേതാണ്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണോ, തിയററ്റിക്കൽ മെത്തേഡ് ആണോ, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആണോ, അതോ ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ് ആണോ? ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, തിയററ്റിക്കൽ മെത്തേഡ്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ഓൾസോ ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, തിയററ്റിക്കൽ മെത്തേഡ്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്, ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ്. ആൻസർ വരുന്നത് ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ് ആണ് കേട്ടോ. ട്രാൻസെൻഡന്റൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ 105ാമത്തെ ചോദ്യമാണ്. അറേഞ്ച് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ദ ഓതേഴ്സ് അക്കോർഡിംഗ് ടു MLA ഹാൻഡ്ബുക്ക് 9th edition for parenthetical citations and work cited list entries. നമ്മളിൽ പലർക്കും MLA 8ഉം MLA 9ഉം കൃത്യമായിട്ട് അറിയായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊക്കെ പ്രോജക്ട് ചെയ്യുന്ന സമയത്ത് MLA 8ൽ ചെയ്താൽ മതിയായിരുന്നു. MLA 9th edition വന്നില്ല, MLA 8th editionൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ സെനോറിയോയിൽ MLA 9th edition നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പം ലാംഗ്വേജ് അസോസിയേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അതുപോലെ തന്നെ ഇതിനകത്തിൽ വേണ്ട റെഗുലേഷൻസ് ഒക്കെ തന്നെ വരുത്തുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ലിസ്റ്റ് ഓഫ് ഓതേഴ്സിനെ MLA ഹാൻഡ്ബുക്ക് 9th edition പ്രകാരം പാരന്തറ്റിക്കൽ സൈറ്റേഷൻസ് ആൻഡ് വർക്ക് സൈറ്റഡ് എൻട്രീസ് പ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്യണം. നോക്കിക്കേ, റിത ചാരോൺ, സയന്താനി ദാസ് ഗുപ്ത, നെല്ലി ഹെർമാൻ, ക്രെയ്ഗ് ഇർവിൻ, അതുപോലെ തന്നെ എറിക് ആർ മാർക്കസ്. ഓക്കെ, റിത ചാരോൺ, സയന്താനി ദാസ് ഗുപ്ത, നെല്ലി ഹെർമാൻ, ക്രൈഗ് ഇർവിൻ, അതുപോലെ തന്നെ എറിക് ആർ മാർക്കസ്. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? അതുപോലെ തന്നെ നമുക്ക് വേറെയും ഉണ്ട് ഇവിടെ, എഡ്ഗർ റിവറ കൊളോൺ, ഒപ്പം തന്നെ നമ്മുടെ ഡാനിൽ സ്പെൻസർ, മ്യൂറ സ്പീക്കൽ. ഓക്കെ, ഇതിനകത്തില് ഏത് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ടുള്ള MLA 9th edition പ്രകാരമുള്ള അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും എന്ന്. ചാരോൺ റിത കുത്തിട്ടിട്ട് ആൻഡ് ദാസ് ഗുപ്ത വീണ്ടും ഡോട്ട് ഇട്ടിട്ട് ETAL എന്നാണോ, അതോ ഷാരോൺ റിത ETAL എന്ന് കൊടുക്കാൻ പറ്റുമോ, അതോ ഷാരോൺ റിത ആൻഡ് ദാസ് ഗുപ്ത, ഹെർമൻ ഇർവിൻ, മാർക്കസ് കോളൻ, സ്പെൻസർ സ്പീക്കൽ, റീത്ത ചാരോൺ ആൻഡ് അതേഴ്സ്? ഇതിലേതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? അതായത് ഒരാളല്ല, ഒരു കൂട്ടം ഓതേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവരെ എല്ലാവരെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. MLA 9th edition പ്രകാരം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം ഇതിനകത്ത് ഏതാണെന്ന് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണെന്ന് ഉള്ളത് ഒരു മെയിൻ എലമെന്റ്, മെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് എഡിഷൻ പ്രകാരമാണ് എന്ന് ചോദിക്കും. ഓക്കെ, കാരണം ഇപ്പം MLA 8 ആണെങ്കിൽ ഈ രീതിയിലുള്ള ഫോളോ അപ്പ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് MLA 9th edition ആണ്. ഓക്കെ, MLA 9th edition ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം ഷാരോൺ, റിത എന്നുള്ള ആൻഡ് റെസ്റ്റ് ഓഫ് ദം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കറക്റ്റ് ഐഡിയ ആയിരിക്കും ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ഏത് ഫോം പ്രകാരമാണ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. MLA 9th edition പ്രകാരമാണ് ഈ ഒരു ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നത്. MLA 9th edition പ്രകാരമുള്ള ഫോളോ അപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? അടുത്ത നമ്മുടെ 106ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ
conceptions of Dalit aesthetics given by Sharan Kumar Limbale? Okay, which of the following is not one of the conceptions of Dalit aesthetics? Dalit aesthetics inde endana that means conceptions il ulpedathathu edana given by Sharan Kumar Limbale. Sharan Kumar Limbale parayna Dalit aesthetic circle il include cheyendatha element endana? Okay, which of the following is not a conception? Human beings are first and foremost human. This is Satyam. The liberation of human being is Shivam. The humanity of human being is Sundharam. And also the next one is equality, liberty and justice. Liberty, justice and fraternity of human beings are Satyam and Sundharam. Okay, the equality, liberty, justice and fraternity of human beings are Satyam and Sundaram. Okay, so ഇതിനകത്തിൽ നമുക്ക് ഏതാണ് എന്താണ് ആക്ച്വലി നമ്മുടെ ശരൺ കുമാർ ലിംബാളയുടെ കോൺസെപ്ഷൻസിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്? സത്യം, ശിവം, സുന്ദരം കോൺസെപ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ് ആൻഡ് ഫ്രട്ടേണിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ സത്യം ആൻഡ് സുന്ദരം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഒരു കോൺസെപ്ഷൻ അതിനകത്ത് ശരൺകുമാർ ലിംബാളെ വെക്കുന്നില്ല. അടുത്തത് 107ാമത്തെ ചോദ്യമാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. Which of the following novels is not the part of Samuel Beckett's trilogy published together in London in 1959? ലണ്ടനിൽ എന്താണ് 1959 സാമുവൽ ബെക്കറ്റിന്റെ ട്രിലോജിയിൽ പബ്ലിഷ് ചെയ്തപ്പോൾ അതിനകത്തിൽ ഉൾപ്പെടാത്ത നോവൽ ഏതാണെന്ന്? മൊലോയ്, മർഫി, മെലോൺ ഡൈസ്, ദ അൺനെയിമബിൾ. ഏതാണ് ആൻസർ വരുന്നത്? മർഫി ആണ് കേട്ടോ. മർഫി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോവൽ ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ സാമുവൽ ബെക്കറ്റ്സ് ട്രിലോജി. ഓക്കെ, ട്രിലോജി എന്ന് പറയുമ്പോൾ എത്ര എണ്ണം കാണും? 3 എണ്ണം കാണും ഇല്ല. അപ്പൊ ഏതോ ഒരെണ്ണം ഇതിന്റെ ഭാഗം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ബെക്കറ്റിന്റെ ട്രിലോജികൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്ന ഒരാൾക്കും കൃത്യമായിട്ട് ഇതിന് ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് സാമുവൽ ബെക്കറ്റ്സ് ട്രിലോജി പബ്ലിഷ് ടുഗെദർ ഇൻ ലണ്ടൻ ഇൻ 1959? ആൻസർ വരുന്നത് മർഫി ആണ്. മൊലോയ്, മെലോൺ ഡൈസ്, അൺനെയിമബിൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. മർഫി ഇതിന്റെ ഭാഗമല്ല. Murphy is an earlier novel by Samuel Beckett, first published in English in 1938. Okay, 1938 പബ്ലിഷ് ചെയ്ത ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ആക്ച്വലി നമ്മുടെ 1959 എഡിഷനുമായിട്ടൊരു ബന്ധവും വരുന്നില്ല. ഇറ്റ് പ്രിഡേറ്റ്സ്, ഇതിന് മുൻപുള്ള വർക്കാണ്. ദ ഫേമസ് ട്രിലോജി ആൻഡ് വാസ് റിട്ടൺ ഒറിജിനലി ഇൻ ഇംഗ്ലീഷ് whereas the trilogy was first written in French in the late 1940s and early 1950s. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു വർക്കുമാണ് നമ്മുടെ മൊർഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ട്രിലോജിക്ക് മുമ്പുള്ളതാണ്. ട്രിലോജിയെ പ്രിഡേറ്റ് ചെയ്യുന്ന വർക്കാണ് എന്ന് പറഞ്ഞാൽ ട്രിലോജിക്ക് ഒരുപാട് നാൾ മുൻപേ ഉണ്ടായിരുന്ന ഒരു വർക്ക് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത്, ഐഡന്റിഫൈ ദ നോവലിസ്റ്റ് ഹു റോട്ട് ദ ഫോളോവിങ് ലൈൻസ് ആൻഡ് ടു ഹൂം ഇറ്റ് ഈസ് റിട്ടൺ. ഓക്കെ, ഈ ലൈൻസ് എഴുതിയത് ആരാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആർക്ക് വേണ്ടി എഴുതിയതാണ് നോക്കിക്കേ. ഇൻ ഡീലിനേറ്റിംഗ് മെയിൽ ക്യാരക്ടർ I labor under disadvantages, intuition and theory will not adequately supply the place of observation and experience. When I write about women, I am sure of my ground. In the other case, I am not so sure. Okay, in delineating the male character, I labor under disadvantages, intuition and theory will not adequately supply the place of observation and experience. When I write about women, I am sure of my ground. In the other case, I am not so sure. Okay, ആര് എഴുതിയ ഐഡന്റിഫൈ ദ നോവലിസ്റ്റ് ടു റൈറ്റ് ദ ലൈൻസ് ആൻഡ് ഈസ് ബീങ് ഡെഡിക്കേറ്റഡ് ടു ഹൂം, ആർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണെന്നും നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ. In delineating male character, I labor under disadvantages, intuition and theory will not adequately supply the place of observation and experience. When I write about women, I am sure of my ground. In the other case, I am not so sure. Okay, അതായത് സ്ത്രീകളെ കുറിച്ച് എഴുതുമ്പോൾ I am so sure, but in the other case I am not so sure എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷാർലറ്റ് ബ്രോണ്ടെ ജെയിംസ് ടൈലറിനോട് പറഞ്ഞ വാക്കുകളാണ്. ജെയിൻ ഓസ്റ്റൻ എലിസബത്ത് സ്വെല്ലിനോട് പറഞ്ഞതാണെന്നുണ്ട്. മാർഗരറ്റ് ഒലിഫന്റ് wrote to Isabella Blackwood and also Charlotte Yonge write to Felicia Skene. ആൻസർ വരുന്നത് ഷാർലറ്റ് ബ്രോണ്ടെ നമ്മുടെ ജെയിംസ് ടൈലറിനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ജെയിംസ് ടൈലറിന് എഴുതിയ ലൈൻസ് ആണിത്. ഓക്കെ, quoted. The quoted lines are from a letter written by Charlotte Bronte on March 1st, 1949 to James Taylor. Taylor was a reader, an editor and a talent scout.
for the publishing firm Smith, Elder and Corporation or Company, which published Bronte's works. Bronteയുടെ works ഒക്കെ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. In this letter, Bronte was responding to the Taylor's critical remarks regarding the male characters in her novel Shirley. She candidly admitted that while she felt confident in her ability to portray female characters, I am sure of my ground. She found depicting men to be a challenge because she had to rely on intuition and theory rather than the first-hand observation and experience she possessed for her own gender. Okay, she possessed for her own gender എന്നുള്ള ഐഡിയ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ എലൈൻ ഷോവാൾട്ടറിന്റെ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ പൾസ് ഉണ്ട്, കുറേ ഐഡിയാസ് ഉണ്ട് അല്ലെ. അതുപോലെയുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത നമ്മുടെ ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും മാച്ച് ചെയ്യണം നമുക്ക്. ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ എസ്സേ ഉണ്ട്, എഴുതിയ റൈറ്റേഴ്സിന്റെ പേര് ഇപ്പുറത്തുണ്ട്, കറക്റ്റ് ആയിട്ടല്ല, കറക്റ്റ് ആയിട്ട് കൊടുക്കണം. കീറ്റ്സ്, സ്ലീവൻ ഹിസ്റ്റോറിയൻ, ഹിസ്റ്ററി വിത്തൗട്ട് ദ ഫുട് നോട്ട്സ്, ഗായത്രി സ്പിവോക്ക്, സി സ്പിവോക്ക് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി സ്പിവോക്ക് എന്നാണ്. ടൂൾസ് ഫോർ റീഡിംഗ് പോയട്രി, ക്ലിൻ ബ്രൂക്സ്, ആൻഡ് ഓൾസോ 3 women's text and a critic of imperialism, Herman Rappaport. The Linguistic Foundation, Jonathan Kuehler. Okay, the Linguistic Foundation, Jonathan Kuehler. Okay, ഇങ്ങനെ നമുക്ക് 4 ക്രിട്ടിക്കൽ എസ്സേയും ഓതേഴ്സും ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് കൃത്യമായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യണം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. A2, B3, C4, D1, A2, B3, C1, D4, A3, B2, C1, D4, A4, B3, C2, D1. ഇതിന്റെ ആൻസർ വരുന്നത് A2, B3, C1, D4 ആണ് കേട്ടോ. A2, B3, C1, D4. A2 എന്ന് പറയുമ്പോൾ കീറ്റ്സ് ലിവിയൻ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ക്ലിന്ത് ബ്രൂക്സ്. ഓക്കെ, A2. അപ്പൊ നമുക്ക് അത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. B3 എന്ന് പറയുമ്പം ഏത് ഓർഡർ വരണം? B3 എന്ന് പറയുമ്പോൾ ടൂൾസ് ഫോർ റീഡിംഗ് പോയട്രി എന്ന് പറയുന്നത് ഹെർമൻ റാപ്പാപ്പോർട്ടിന്റെ ആണ്. ഇനി നമുക്ക് അടുത്തത് വരാനുള്ളത് C1ഉം D4ഉം ആണ് അല്ലെ. C1 എന്ന് പറയുമ്പോൾ 3 women's text and a critic of imperialism എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഗായത്രി ചക്രവർത്തി സ്പിവോക്കിന്റെ വർക്ക് ആണ്. ഇനി അടുത്തത് D4 എന്ന് പറയുമ്പോൾ ദ ലിംഗ്വിസ്റ്റിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജോണതൻ ക്യൂളറിന്റെ വർക്ക് ആണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിനെ മാച്ചപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് ഇതിന് ആൻസർ കൊടുക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഈ മാച്ചപ്പ് വരുന്ന കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായമാവുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 വർക്ക് ആരാണ് ചെയ്തത്, ആരാണ് എഴുതിയതെന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് ഇവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസിനകത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഇപ്പൊ C1 ആണ് അല്ലെങ്കിൽ D4 ആണെന്ന് 10% ഉറപ്പുള്ള ഒരാൾക്ക് ഓക്കെ എന്താണ് അധികം മിസ്റ്റേക്ക് വരത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം B3 ആണ്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരും. ഇവിടെ B3 തൊട്ട് 3 B3 സിമിലർ ആയിട്ട് വന്നിട്ടുള്ളത്. A2 സിമിലർ ആയിട്ട് 2 വന്നിട്ടുണ്ട്. C1 സിമിലർ ആയിട്ട് 2 വന്നിട്ടുണ്ട്. D2 സിമിലർ ആയിട്ട് 2 വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ 1-2 ഓപ്ഷനിൽ ഒരേ എണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ചില കേസസിൽ നമുക്ക് ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് കിട്ടും. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ D1 എന്നുള്ളത് ഒരിടത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അത് കറക്റ്റ് ആണെന്ന് നമുക്ക് 100% ഉറപ്പാണെങ്കിൽ പിന്നെ അധികം ചിന്തിക്കാൻ നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ടും സാധിക്കും. അങ്ങനെ മാച്ചപ്പിന് അങ്ങനെ ഒരു പോസിറ്റീവ് വശം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു? ഇതിനോടകം നമ്മൾ ഒരു 109 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോംപ്രഹെൻഷനും കൂടെ വരുന്നുണ്ട്. തുടർന്നുള്ള ചോദ്യം ഡിസ്കഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോംപ്രഹെൻഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.